അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 31/7/2026 അത്തവാളുഉ മിൻ അഫ്ളൽ ഇബാദാത്ത് എന്ന ശീർഷകത്തിൽ വിനയം ഏറെ ശ്രേഷ്ഠമേറിയ ഇബാദത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ. നബിമാരും മുർസലുകളും ഏറെ വിനയമുള്ളവരായിരുന്നു. സ്വാലിഹീങ്ങളുടെയും പണ്ഡിതന്മാരുടെയും സ്വഭാവം വിനയം തന്നെയാണ്. നാം നമ്മുടെ ശരീരത്തെ, മനസ്സിനെ സ്ഫുടം ചെയ്യുക, അഹംഭാവത്തിൽ നിന്ന്, കിബിറിൽ നിന്ന് എല്ലാവരോടും വളരെ വിനയത്തോടുകൂടെ, താഴ്മയോടുകൂടെ ഇടപഴകുക. അപ്പോൾ എല്ലാവരുടെയും ഇടയിൽ സ്നേഹവും അടുപ്പവും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിച്ചതാണിത്. വഖ്ഫിൽ ജനാഹക ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് വേണ്ടി അങ്ങയുടെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കുക, അഥവാ അവരോട് വിനയത്തോടുകൂടെ, താഴ്മയോടുകൂടെ പെരുമാറുക. നബിതങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ഔഹാ ഇലയ്യ അൻ തവാലഉ ഹത്താ ലാ യബ്ഗിയ അഹദുൻ അലാ അഹദ് വലാ യഫ്ഖറ അഹദുൻ അലാ അഹദ്. നിശ്ചയം അല്ലാഹു തആല എന്നിലേക്ക് വഹി അറിയിച്ചു, അവർ വിനയം കാണിക്കട്ടെ, ഒരാളും മറ്റൊരാളെ ആക്രമിക്കരുത്, ഒരാളും മറ്റൊരാൾ മേൽമ നടിക്കരുത്. നമ്മൾ വിനയാന്വിതരാകുക എന്നത് അള്ളാഹുവിന് വഴിപ്പെടൽ കൂടിയാണ്. ഈമാനിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു മൂല്യം കൂടിയാണ് വിനയം. ബീവി ആയിഷത്തു സിദ്ദീഖ ഉമ്മുൽ മുഅ്മിനീൻ സൗജുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദി പറയുന്നുണ്ട്, ഇന്നക്കും ലതുഗ്ഫിലൂന അഫ്ളൽ ഇബാദാത്ത്, നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഇബാദത്തിനെ മറന്നുകളയുകയാണ്, വിസ്മരിക്കുകയാണ്. അത്തവാലു, അത് വിനയമാണ്, താഴ്മയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ യബ്ലു അബ്ദുൻ ദുറൽ ഈമാനി ഹത്താ യകൂന മുതവാലിഅ, ഒരടിമ ഈമാനിൻ്റെ ഔന്നിത്യത്തെ പ്രാപിച്ചവനാകുകയില്ല അവൻ വിനയാന്വിതനാകുന്നതുവരെ. എന്താണ് അതിൽ ഇത്ര അത്ഭുതപ്പെടാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ തമ്പുരാൻ്റെ അടിമകളുടെ വിശേഷണം പറഞ്ഞപ്പോൾ ആദ്യം എണ്ണിയത് വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, കാരുണ്യവാനായ തമ്പുരാൻ്റെ അടിമകൾ ഭൂമിയിൽ വിനയത്തോടുകൂടെ, അഥവാ അടക്കത്തോടുകൂടെ, ഒതുക്കത്തോടുകൂടി നടക്കുന്നവരാണ്. നാം വിനയം നമ്മുടെ മുഖമുദ്രയാക്കണം. എപ്പോഴും താഴ്മയോടുകൂടി ജനങ്ങളോട് പെരുമാറണം. അള്ളാഹു അവൻ്റെ ദാസന്മാരുടെ വിശേഷണം എണ്ണിയപ്പോൾ ആദ്യത്തെ വിശേഷണം വിനയമാണ്, താഴ്മയാണ്. അള്ളാഹു അവർക്ക് വലിയ ബഹുമാനവും ആദരവും കൊടുക്കുന്നുണ്ട്. അവനിലേക്ക് ചേർത്തിയിട്ടാണല്ലോ ആ വിനയാന്വിതരെ ഇബാദുർ റഹ്മാൻ എന്ന് വിശേഷിപ്പിച്ചത്. ഒരു ഉയർന്ന സ്വഭാവമാണത്. നമുക്ക് ഉയരങ്ങളിലേക്ക് കയറിപ്പോകാനുള്ള സ്റ്റെപ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ തബാല അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് ഒരാളും വിനയം കാണിക്കുകയില്ല, അള്ളാഹു അവനെ ഉയർത്തിയിട്ടൊഴികെ. നമുക്ക് കേൾക്കാൻ സാധിക്കും, ഇന്ന റഫീഅൽ ഖൗമി മൻ യതവാളഅ, ജനങ്ങളിൽ ഏറ്റവും ഉന്നതൻ അവരിൽ വിനയം കാണിക്കുന്നവനാണ്. വിനയം എന്ന് പറയുന്നത് അഭിമാനമാണ് നമുക്ക്, അതോടൊപ്പം തന്നെ പ്രൗഢിയാണ്. നാം ഒരിക്കലും ഖിബറും അഹംഭാവവും നടിക്കാൻ പാടില്ല. അത് നമുക്ക് നിസ്സാരതയാണ്, നാം തരം താഴ്ന്നു പോകലാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെ കണ്ടു. അയാൾ അമിതമായി വിനയം കാണിക്കുകയാണ്. അദ്ദേഹം വിനയം പ്രകടിപ്പിച്ചുണ്ടാക്കുകയാണ്. ഫനഹറഹു, അയാളെ ഉമർ റളിയല്ലാഹു അൻഹു ശാസിച്ചു. എന്നിട്ട് പറഞ്ഞു, ലാ തുമിത് അലൈന ദീനന, ഞങ്ങളുടെ ദീനിനെ നീ കൊന്നുകളയരുത് കേട്ടോ എന്ന്. ഇങ്ങനെയല്ല വിനയം കാണിക്കേണ്ടത്. വിനയാന്വിതൻ അവൻ അഭിമാനിയും അന്തസ്സുള്ളവനുമാണ്. അള്ളാഹുവിനേറെ പ്രിയപ്പെട്ടവനും അവൻ്റെ
അഹിലുകാർക്ക് ഏറ്റവും അടുപ്പക്കാരനുമാണ്. അതുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ച് വിനയം കാണിക്കണം. കവിയുടെ വാക്കുകൾ എത്ര അർത്ഥവത്താണ്. തവാളഅതകുൻ കന്നജ്മി ലാ ഹാലി നാദിരി അലാ സഫഹാത്തിൽ മാഇ വഹുവ റഫീഉ വലാ തകു കദ്ദുഖാനി യർഫഉ നഫ്സഹു ഇലാ തബഖാത്തിൽ ജവ്വി വഹുവ വളീഉ. നീ വിനയം കാണിക്ക് നക്ഷത്രത്തെ പോലെ. അത് വെള്ളത്തിൽ ഇങ്ങനെ തെളിഞ്ഞു കാണും. വെള്ളത്തിൽ അത് തെളിഞ്ഞു കാണുന്നുവെങ്കിലും അത് ഏറെ ഉയരത്തിലാണ്. നീ പുകപടലങ്ങളെപ്പോലെയാകരുത്. അത് ആകാശത്തിലേക്ക് അങ്ങനെ ഉയർന്നു പോകുന്നുവെങ്കിലും അത് ഒന്നും ഇല്ലാത്ത, ഒന്നിനും കൊള്ളാത്ത സാധനമാണ് എന്ന് കവി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിനയം കാണിക്കണം. നമ്മുടെ ഇടപെടലുകളിൽ അങ്ങനെയാവണം. നമ്മുടെ സേവനങ്ങളിൽ അങ്ങനെ നാം വിനയാന്വിതരാകണം. മറ്റുള്ളവർക്ക് കഴിയുന്നത്ര സഹകരണങ്ങൾ ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിനയം നമ്മളെ അത്ഭുതപ്പെടുത്തും. തിരുനബിയുടെ അടുക്കൽ ഒരു സാധാരണ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ലീ ഇലൈക ഹാജ, എനിക്ക് തങ്ങളെക്കൊണ്ട് ചെറിയ ചില ആവശ്യങ്ങളുണ്ട്. ഫദഹബ സല്ലല്ലാഹു അലൈഹി വസല്ലം മഅഹ, നബിതങ്ങൾ ആ സ്ത്രീയുടെ കൂടെ നടന്നുപോയി. അവർ പറയുന്നതൊക്കെ കാതുകൂർപ്പിച്ച് ശ്രദ്ധയോടുകൂടെ കേട്ടുനിന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളും നബിതങ്ങൾ നിറവേറ്റിക്കൊടുത്തു. ശേഷമാണ് അവിടുന്ന് മടങ്ങുന്നത്. എത്ര നല്ല സ്വഭാവവും പെരുമാറ്റവും! നാം ആ താഴ്മയും വിനയവും നമ്മുടെ മുഖമുദ്രയാക്കിയാൽ നമ്മുടെ സമൂഹത്തിനിടയിൽ എത്ര അടുപ്പവും ബന്ധവും ഉണ്ടാകും. കിബിർ നമ്മെ താഴ്ത്തിക്കളയും. അത് വലിയ ദുരന്തങ്ങൾ നമുക്ക് വരുത്തിവെക്കും. നല്ലതൊന്നും പഠിക്കാൻ കിബിറുള്ളവൻ തയ്യാറാകുകയില്ല. അവൻ്റെ ഹൃദയത്തിലേക്ക് കിബിറിൻ്റെ ഇരുള് പ്രവേശിച്ചാൽ ഇൽമിൻ്റെ 100 വെളിച്ചം അവൻ്റെ ഹൃദയത്തിൽ പിന്നീട് പ്രവേശിക്കുകയില്ല. മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ലാ യതഅല്ലമുൽ ഇൽമ മുസ്തഹിൻ വലാ മുസ്തക്ബിർ. ഒരു അറിവ് പഠിക്കാൻ അമിത ലജ്ജയുള്ളവനും കിബിർ ഉള്ളവനും ഒരിക്കലും തയ്യാറാകില്ല. അവർ നല്ലത് പഠിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കും. അഹംഭാവം ഉള്ളവൻ, കിബിർ നടിക്കുന്നവൻ, അവൻ സ്വയം മേൽമ നടിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ അവനെ ബഹുമാനിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. അവന് സ്വയം ഉൾനാട്യം ഉള്ളവനാകുകയാണ്. കലാബിസി സൗബൈ സൂരിൻ, തിന്മയുടെ 2 വസ്ത്രങ്ങൾ അണിഞ്ഞവനെ പോലെയാണ് അവൻ എന്ന് നമുക്ക് അങ്ങനെ കിബിർ ഉള്ള വ്യക്തികളെ പറ്റിയിട്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാറാത്തിൻ്റെ പുത്രന്മാർ അത് ലോകത്തിന് തന്നെ മാതൃകയാണ്. അവർ വിനയാന്വിതരാണ്. അവർ ആ മൂല്യം എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നവരാണ്. ജനങ്ങളുടെ ഇടയിൽ അവരോട് ഇടപഴകുമ്പോൾ നമുക്കത് അനുഭവപ്പെടും. നാം അത് നമ്മുടെ സന്താനങ്ങളെയും ശീലിപ്പിക്കണം. ഖുർആൻ പറഞ്ഞല്ലോ, വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. നിന്റെ മുഖം നീ ജനങ്ങളിൽ നിന്നും പെട്ടെന്ന് തിരിച്ചു കളയരുത്. ഭൂമിയിൽ കിബിർ നടിക്കുന്നവനായി നീ ഒരിക്കലും നടക്കരുത്. അള്ളാഹു അങ്ങനെ ഉൾനാട്യക്കാരെയും സ്വയം പെരുമ നടിക്കുന്നവരെയും ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹു നമുക്ക് വിനയം പ്രദാനം ചെയ്യട്ടെ. ആ വിനയം മുഖമുദ്രയാക്കി എല്ലാവരോടും നന്മയിൽ വർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.